എല്ലാവർക്കും നമസ്കാരം. KAS ട്യൂട്ടറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് തിയറി ഫിനിഷ് ചെയ്തു. കോണ്ടിനെൻ്റൽ ഫോർമേഷൻ 3 തിയറികളിൽ ഒന്നാമത്തെ തിയറി ആയിരുന്നു കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് തിയറി. രണ്ടാമത്തെ തിയറി സീ ഫ്ലോ സ്പ്രെഡിംഗ് തിയറിയാണ്. മൂന്നാമത്തെ തിയറി പ്ലേറ്റ് ടെക്ടോണിക്സ് തിയറി. ഇന്ന് രണ്ടാമത്തെ തിയറി നോക്കാം, സീ ഫ്ലോ സ്പ്രെഡിംഗ് തിയറി. സീ ഫ്ലോ സ്പ്രെഡിംഗ് തിയറി പ്രപ്പോസ് ചെയ്തത് ഹാരി ഹെസ് എന്നൊരു സയൻറ്റിസ്റ്റാണ്. അദ്ദേഹം ഒരു അമേരിക്കൻ ജിയോളജിസ്റ്റ് ആയിരുന്നു. കൺവെക്ഷണൽ കറണ്ട് തിയറി ഉപയോഗിച്ചാണ് അദ്ദേഹം സീ ഫ്ലോ സ്പ്രെഡിംഗ് തിയറി എക്സ്പ്ലെയിൻ ചെയ്തത്. ആർതർ ഹോംസ് എന്നൊരു ബ്രിട്ടീഷ് ജിയോളജിസ്റ്റ് ഉണ്ട്. അദ്ദേഹമാണ് ഈ കൺവെക്ഷണൽ കറണ്ട് തിയറി ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്തത്. ആദ്യം നമുക്ക് കൺവെക്ഷണൽ കറണ്ട് തിയറി ഒന്ന് മനസ്സിലാക്കാം. അതിനുശേഷം എങ്ങനെയാണ് ഹാരി ഹെസ് എന്ന സയൻറ്റിസ്റ്റ് ഈ കൺവെക്ഷണൽ കറണ്ട് തിയറി ഉപയോഗിച്ച് സീ ഫ്ലോ സ്പ്രെഡിംഗ് തിയറിനെ എക്സ്പ്ലെയിൻ ചെയ്തതെന്ന് മനസ്സിലാക്കാം. ഇതാണ് എർത്തിൻ്റെ ഇൻറ്റീരിയർ പോർഷൻ. ഇതിൽ എർത്തിൻ്റെ ഇൻറ്റീരിയർ നമുക്ക് 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം: ക്രസ്റ്റ്, മാൻറ്റിൽ, കോർ. ഓക്കെ, ക്രസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ പോർഷൻ, മാൻറ്റിൽ ഇത് ഭാഗം, കോർ എന്ന് പറയുന്നത് ഈ ഗ്രേ കളറിൽ കാണിക്കുന്നത്. ഇതിൽ ക്രസ്റ്റ് നമുക്ക് 2 ആയിട്ട് ഡിവൈഡ് ചെയ്യാം: ഓഷ്യാനിക് ക്രസ്റ്റും കോണ്ടിനെൻ്റൽ ക്രസ്റ്റും. ഓക്കെ, മാൻറ്റിലിനെയും 2 ആയിട്ട് ഡിവൈഡ് ചെയ്യാം: അപ്പർ മാൻറ്റിലും ലോവർ മാൻറ്റിലും. ഓക്കെ, ഇനി കോറിനെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്: ഔട്ടർ കോറും ഇന്നർ കോറും. ഓക്കെ, നമുക്ക് കൺവെക്ഷണൽ കറണ്ട് തിയറി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 3 പോർഷൻസ് ആണ് വേണ്ടത്. ഒന്നാമത്തത് കോണ്ടിനെൻ്റൽ ക്രസ്റ്റും ഓഷ്യാനിക് ക്രസ്റ്റും, അത് ഈ ഭാഗത്തിൽ പെടും, കൂടാണ്ട് ഈ അപ്പർ മാൻറ്റിലും. ഓക്കെ, ഇത്രയും പോർഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് കൺവെക്ഷണൽ കറണ്ട് തിയറിയും സീ ഫ്ലോ സ്പ്രെഡിംഗ് തിയറിയും ഏകദേശം മനസ്സിലാക്കാം. ഈ അപ്പർ മാൻറ്റിലാണ് എന്ത് സംഭവിക്കുന്നത്? കൺവെക്ഷണൽ കറണ്ട് തിയറി നടക്കുന്നത്. കൂടാതെ ഈ കൺവെക്ഷണൽ കറണ്ട് തിയറി എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോണ്ടിനെൻ്റ് എങ്ങനെയാണ് ഡ്രിഫ്റ്റ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാകും. കാരണം ആൽഫ്രഡ് വെഗ്നറിൻ്റെ ഒരു ഡ്രോബാക്ക് ആയിരുന്നു അത്. കാരണം അദ്ദേഹത്തിന് കോണ്ടിനെൻ്റ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയാൻ പറ്റാഞ്ഞത് ഈ സീ ഫ്ലോർ സ്പ്രെഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഈ കൺവെക്ഷണൽ കറണ്ട് തിയറി എന്താണെന്ന് അദ്ദേഹത്തിന് അറിയാത്തത് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യമേ കൺവെക്ഷണൽ കറണ്ട് തിയറി എന്താണെന്ന് മനസ്സിലാക്കാം. ഈ പിക്ചറിൽ നോക്കുക. ഇതിനകത്ത് നിങ്ങൾക്കൊരു ഗ്ലാസ് സ്പീക്കർ കാണാൻ പറ്റുന്നുണ്ടോ? ഈ ഗ്ലാസ് സ്പീക്കർ, ഇതിനകത്ത് വെള്ളമുണ്ട്. ഈ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഈ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വാട്ടർ മൂവ് ചെയ്യാൻ തുടങ്ങും. വാട്ടറിൻ്റെ മൂവ്മെൻറ്റ് ഒരു സൈക്ലിക് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. 2 സൈക്കിൾസ് നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. അതായത് ചൂടായിട്ടുള്ള വെള്ളം മുകളിലോട്ട് പോകും. അതുപോലെ തന്നെ ആ ചൂടുവെള്ളം മുകളിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യും. ഗ്യാപ്പ് ഉണ്ടാവും അല്ലേ? ഇവിടെ ഈ ചൂടുവെള്ളം മുകളിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് ഈ മുകളിലുള്ള കോൾഡ് വാട്ടർ താഴോട്ട് വരും. അതേപോലെ തന്നെ ഈ കോൾഡ് വാട്ടർ താഴേക്ക് വരുമ്പോൾ അത് പിന്നെയും ചൂടാവും. ആ ചൂടാവുമ്പോൾ ഇത് പിന്നെയും മുകളിലേക്ക് പോകും. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന പിന്നെയും ബാക്കി ഉണ്ടായിരുന്ന കോൾഡ് വാട്ടർ താഴെ വരും. ഇങ്ങനെ ഈ വെള്ളം ചൂടാവുന്ന പ്രോസസ്സിൽ ഒരു സൈക്ലിക് പ്രോസസ്സാണ് നടക്കുന്നത്. അതായത് കോൾഡ് വാട്ടർ താഴെയുള്ള ചൂടായിട്ടുള്ള വെള്ളം മുകളിലേക്ക് പോകുന്നു, അതിൻ്റെ സ്ഥാനത്തേക്ക് കോൾഡ് വാട്ടർ വരുന്നു. ഇങ്ങനെ സൈക്കിളായിട്ടാണ് നടക്കുന്നത്. ഓക്കെ, ഇതേപോലത്തെ ഒരു സൈക്ലിക് പ്രോസസ്സ്, ഈ പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? കൺവെക്ഷണൽ കറണ്ട് എന്ന് പറയുന്നത്. ഈ തിയറിയാണ് അദ്ദേഹം പറഞ്ഞ കൺവെക്ഷണൽ കറണ്ട് തിയറി. ഓക്കെ, ആർതർ ഹോംസ് പ്രപ്പോസ് ചെയ്ത കൺവെക്ഷണൽ കറണ്ട് തിയറി. ഇങ്ങനൊരു സൈക്ലിക് പ്രോസസ്സ് ഈ സെക്കൻഡ് പിക്ചറിൽ നിങ്ങൾക്ക് നോക്കാം. ഇത് നമ്മുടെ എർത്തിൻ്റെ ഇൻറ്റീരിയർ ആണ്. ഇതേപോലത്തെ ഒരു സൈക്ലിക് പ്രോസസ്സ് എർത്തിൻ്റെ ഇൻറ്റീരിയറിൽ നടക്കുന്നുണ്ട്. അതായത് ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത് കൺവെക്ഷണൽ കറണ്ട് തിയറിയാണ്. ഓക്കെ, ഇതിപ്പോൾ നമുക്ക് എർത്തിൻ്റെ മുകളിൽ കാണിക്കുന്നുണ്ട് ഇൻറ്റീരിയർ പോർഷൻ ഇതാണ്. എർത്തിൻ്റെ ഉള്ളിൽ വെള്ളമല്ല, പകരം ലാവയാണ്. ഓക്കെ, അതായത് എർത്തിൻ്റെ ഉള്ളിൽ ഈ കൺവെക്ഷണൽ കറണ്ട് മൂലം ലാവ മുകളിലേക്ക് പോകുന്നുണ്ട്. ഇവിടെ ചൂടാണ്, നിങ്ങൾക്കറിയാലോ. ഈ ചൂടുള്ള ലാവ മുകളിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഈ മുകളിലുള്ള തണുത്ത ലാവ എന്ത് ചെയ്യും? താഴോട്ട് വരും. അതുപോലെ തന്നെ ഈ ഒരു ചൂടുള്ള ലാവ മുകളിലേക്ക് പോയപ്പോൾ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ളല്ലോ ഈ തണുത്ത ലാവ താഴേക്ക് വന്നത്. ഇങ്ങനെയുള്ള സൈക്കിൾ പ്രോസസ്സ് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ ഇതിന് കൂടെ വേറൊരു കാര്യം കൂടെ സംഭവിക്കുന്നുണ്ട്. ഇതിനകത്ത് ഈ ചൂടുള്ള ലാവ മുകളിലേക്ക് വരുന്ന സമയത്ത് ഇത് ചെറിയൊരു പുഷ് കൊടുക്കുന്നുണ്ട്. ഈ തള്ളി ഈ ഓഷ്യൻ ക്രസ്റ്റ്, അതായത് ഓഷ്യൻ ക്രസ്റ്റ്, എർത്തിൻ്റെ ക്രസ്റ്റ് 2 തരത്തിലുണ്ട്: ഓഷ്യാനിക് ക്രസ്റ്റും കോണ്ടിനെൻ്റൽ ക്രസ്റ്റും. ഓഷ്യാനിക് ക്രസ്റ്റ് എന്ന് പറയുമ്പോൾ വളരെ കട്ടി കുറഞ്ഞൊരു പോർഷനാണ്. ഈ ഗ്രേ കളറിൽ കാണുന്നത് ചെറുതാണിത് അല്ലേ? അതേ സ്ഥാനത്ത് കോണ്ടിനെൻ്റൽ ക്രസ്റ്റ് കുറച്ചും കൂടെ കട്ടി കൂടുതലാണ്. അതുകൊണ്ട് വീക്കായിട്ടുള്ള സ്ഥലത്ത് കൂടിയാണ് ഇങ്ങനെയുള്ള ലാവകളൊക്കെ പുറത്തേക്ക് വരാം. അപ്പോൾ ഓഷ്യൻ ക്രസ്റ്റിൻ്റെ കേസിൽ ഈ പോർഷനാണ് വളരെ വീക്കായിട്ടുള്ളത്. ഇവിടെ വളരെയധികം കട്ടി കുറഞ്ഞ് തീരെ കുറഞ്ഞ സ്ഥലമല്ലേ? അപ്പോൾ ഇതിൽ കൂടെ
ഈ കൺവെക്ഷണൽ കറണ്ട് വഴി വരുന്ന ലാവ മുകളിലേക്ക് വരും. ഓക്കെ, അതിങ്ങനെ പുറത്തേക്ക് വന്നിട്ട് ഇവിടെ നിന്നാണ് ഇത് തണുത്തുറഞ്ഞ് കട്ടിയാവുക. ഈ കട്ടിയാവുന്ന സമയത്ത് എന്താ സംഭവിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് സൈഡിലുള്ള ഓഷ്യൻ ക്രസ്റ്റിന് ഇത് രണ്ട് വശങ്ങളിലോട്ട് നീക്കും. ഓക്കെ, ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കും. ആദ്യം ഒരു തവണ ലാവ വരും, അതിവിടെ തണുത്തുറഞ്ഞ് കട്ടിയാവും. പിന്നെ വരുന്ന സമയത്ത് ഈ കട്ടിയായ ലാവേനെ രണ്ട് സൈഡിലേക്ക് നീക്കും. അതിനുശേഷം ഈ പുതിയതായിട്ട് വന്ന ലാവ അവിടെ സെറ്റാവും. പിന്നെയും ഇതുപോലെ വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ ഓരോ തവണ ലാവകൾ വന്നുകൊണ്ടേ ഇരിക്കുമ്പോഴും ഈ രണ്ട് സൈഡിലുള്ള ഓഷ്യാനിക് ക്രസ്റ്റുകൾ വശങ്ങളിലേക്ക് ഇങ്ങനെ നീങ്ങിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ഇത് ഒരു പോയിൻ്റ്. ഇതാണ് ഈ കൺവെക്ഷണൽ കറണ്ട് വഴി എർത്തിൻ്റെ ഇൻറ്റീരിയറിൽ നടക്കുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് സീ ഫ്ലോർ സ്പ്രെഡ് ചെയ്യുന്നത്. ഇതെന്ന് പറയുമ്പോൾ ഓഷ്യനിക് ക്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സീ ഫ്ലോറാണ്. സീ ഫ്ലോറ് ഈ വശങ്ങളിലേക്ക് നീങ്ങുന്നതിനെയാണ് നമ്മൾ സ്പ്രെഡ് എന്ന് പറയുന്നത്. ഈ കൺവെക്ഷണൽ കറണ്ട് വഴി മുകളിലേക്ക് ലാവ വരുമ്പോൾ ഈ സീ ഫ്ലോറ് സൈഡിലേക്ക് നീങ്ങുക, അതായത് സ്പ്രെഡ് ആവുകയാണ് ചെയ്യുന്നത്. അതാണ് ഈ തിയറി എന്ന് പറയുന്നത്. ഈ തിയറി പ്രൂവ് ചെയ്യാനായിട്ട് രണ്ട് പ്രൂഫാണ് നമ്മുടെ മുന്നിൽ അദ്ദേഹം വെച്ചത്. ഒന്നാമത്തത് റോക്ക് സാമ്പിൾസിനെ ബേസ് ചെയ്തിട്ട്, രണ്ടാമത്തത് മാഗ്നറ്റിക് ക്ലൂസിനെ ബേസ് ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് റോക്ക് സാമ്പിൾസിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രൂഫാണ്. ഓക്കെ, ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഈ യെല്ലോ കളറിലുള്ളതാണ് ലാവ അല്ലെങ്കിൽ മാഗ്മ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ കൺവെക്ഷണൽ കറണ്ട് വഴി ഇങ്ങനെ തള്ളി തള്ളി പുറത്തോട്ട് വരും. അപ്പോൾ ഈ ഒരു വീക്കായിട്ടുള്ള പോർഷനിൽ കൂടെയാണ് വരുന്നത്. ആ സമയത്ത് ക്രസ്റ്റ് ഈ രണ്ട് സൈഡിലോട്ട് മാറുന്നുണ്ട്. ഓക്കെ, ഈ മാറിയിട്ട് ഈ ഉണ്ടാവുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, ഇതിനെയാണ് നമ്മൾ ഈ ഭാഗത്തിനെയാണ് നമ്മൾ പറയുന്നത് റിഡ്ജ് എന്ന്. അതിനെ മിഡ് ഓഷ്യാനിക് റിഡ്ജ് എന്ന് പറയും. ഇങ്ങനത്തെ റിഡ്ജ് നമ്മുടെ ഓഷ്യനിൽ കുറേ ഉണ്ട്. അതായത് ഇവിടെ നമുക്ക് നോക്കാം, ഇതാണ് മിഡ് അറ്റ്ലാന്റിക് ഓഷ്യൻ റിഡ്ജ്. ഇത് കൂടാതെ പല പല ഭാഗത്തായിട്ട് പല പല റിഡ്ജുകളുണ്ട്. നമുക്ക് തൽക്കാലം ഇപ്പം ഈ പ്രൂഫ് മനസ്സിലാക്കാൻ വേണ്ടി, അതായത് റോക്ക് സാമ്പിൾസിൻ്റെ ബേസിൽ പ്രൂഫ് മനസ്സിലാക്കാനായിട്ട് മിഡ് അറ്റ്ലാന്റിക് ഓഷ്യൻ റിഡ്ജിനെ മാത്രം എടുക്കാം. ഓക്കെ, ഇതെന്ന് പറയുന്നത് അമേരിക്കയുടെയും ആഫ്രിക്കയുടെയും കോണ്ടിനെൻ്റ് നടുക്കൂടെ പോകുന്നൊരു റിഡ്ജാണ്. ഇതിൻ്റെ കുറച്ചും കൂടെ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു പിക്ചർ നമുക്ക് നോക്കാം. ഇതിനകത്ത് നമുക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണാൻ പറ്റും. അതായത് ഈ റോക്ക് സാമ്പിൾസിനെ എടുക്കുമ്പോൾ ഈ നടുക്ക് കൂടി ഒരു ബ്ലാക്ക് ആയിട്ടുള്ള കളറില്ലേ, ഇതാണ് ആ വീക്ക് പോയിന്റ് എന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇതുവഴിയാണ് ലാവ പുറത്തോട്ട് വരുന്നത്. ഓക്കെ, ഈ ലാവ പുറത്തോട്ട് വരുന്ന ഈ പോയിന്റിൽ ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള ലാവ ആയിരിക്കും ഉണ്ടാവുക. അത് കഴിഞ്ഞിട്ട് അടുത്ത കളർ എന്ന് പറയുന്നത് റെഡാണ്. അതിൽ കുറച്ചും കൂടെ പഴയതായിരിക്കും. അതായത് ഈ ആദ്യം വന്ന ലാവ ഈ ബ്ലാക്ക് കളറിൻ്റെ അവിടെ ആയിരിക്കും ഉണ്ടാവുക. പിന്നെ അതിനേക്കാൾ കുറച്ചും കൂടെ പഴകിയത് ഈ റെഡ് കളറിലുള്ള സ്ഥലത്തായിരിക്കും ഉണ്ടാവുക. അതിലും കൂടെ കുറച്ചുകൂടെ പഴകിയത് ഓറഞ്ച് കളറുള്ള സ്ഥലത്ത്, പിന്നെ പഴകിയത് യെല്ലോ, അതിലും പഴക്കമുള്ളത് ഈ ഗ്രീൻ, ബ്ലൂ, അങ്ങനെ പഴക്കത്തിനനുസരിച്ച് ഇങ്ങനെ കളർ ഇവരെ ഇങ്ങനെ ചേഞ്ച് ചെയ്ത് ഈ പിക്ചറിൽ കാണിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ഈ റോക്ക് സാമ്പിൾസ്, ഈ റിഡ്ജിലൊക്കെയുള്ള റോക്ക് സാമ്പിൾസ് എടുത്ത് പരിശോധിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇത് ഈ സൈഡിലോട്ട് പോകും തോറും ഇതിൻ്റെ പഴക്കം കൂടിക്കൂടി വരുന്നുണ്ടെന്നാണ്. അതിനർത്ഥം ഈ ലാവ താഴെ നിന്ന് മുകളിലോട്ട് വന്നിട്ട് ഈ ക്രസ്റ്റിനെ രണ്ട് സൈഡിലോട്ടും നീക്കി കാലങ്ങളോടെ സംഭവിച്ചൊരു പ്രോസസ്സാണ് ഓഷ്യൻ ഫ്ലോർ സ്പ്രെഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ ഒരു പ്രൂഫ് നമുക്ക് ഈ ഒരു റിഡ്ജിൻ്റെ റോക്കിൻ്റെ സാമ്പിൾസ് പരിശോധിച്ചപ്പോൾ മനസ്സിലായി. ഇതാണ് ഒന്നാമത്തെ പ്രൂഫ്, അതായത് റോക്ക് സാമ്പിൾസിനെ ബേസ് ചെയ്തിട്ട് ഉള്ള പ്രൂഫ്. ഇതുവഴി നമുക്ക് എന്ത് മനസ്സിലായി? കാലഘട്ടങ്ങളിലൂടെ കടന്നു വന്നപ്പോൾ ഈ ലാവ മുകളിലേക്ക് വന്നിട്ട് ഉണ്ടായതാണ് ഈ റോക്സ് എന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, അതൊന്നാമത്തെ പ്രൂഫ്. രണ്ടാമത്തെ പ്രൂഫ് നോക്കാം. അതെന്ന് പറയുന്നത് മാഗ്നറ്റിക് ക്ലൂസിനെ വെച്ചിട്ടാണ്. എർത്ത് ഒരു മാഗ്നറ്റ് പോലെയാണ്. അത് രണ്ട് പോൾസ് ഉണ്ട്, അതായത് നോർത്ത് മാഗ്നറ്റിക് പോളും സൗത്ത് മാഗ്നറ്റിക് പോളും. ഈ മാഗ്നറ്റിക് പോൾസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൺസ്റ്റൻ്റ് അല്ല, ഇതെപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അതായത് ഒരു സമയത്ത് ഈ നോർത്ത് ഇവിടെയാണെങ്കിൽ കുറച്ച് കാലങ്ങൾ കഴിയുമ്പോൾ ഇവിടെ സൗത്തായി മാറും. ഓക്കെ, അങ്ങനെ എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ കുറച്ചൊരു ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഈ പിക്ചർ എടുത്ത് റിഡ്ജിൻ്റെ ഇരുവശങ്ങളിലുള്ള റോക്ക് സാമ്പിൾസ് എടുത്ത് നോക്കുമ്പോൾ ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണാം ഇത് ലെയേഴ്സ് ആയിട്ട്, അതായത് രണ്ട് കളറുകൾ ഈ ലെയറുകൾ സെപ്പറേറ്റ് ചെയ്യുന്നത് കാണിക്കാനായിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു ഡാർക്ക് ബ്ലൂവും അതിൻ്റെ ലൈറ്റ് കളറും. ഓക്കെ, ഇതിങ്ങനെ മാറി ഇട്ടിട്ടുണ്ട്. ഈ ഓരോ റോക്ക് സാമ്പിളിൻ്റെ ലെയറുകളുടെയും മാഗ്നറ്റിക് പോൾസ് നമ്മൾ നോക്കിയപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയത് ഇത് പല ഡയറക്ഷനിലാണ്. അതായത് ഇങ്ങോട്ട് കാണിക്കുന്നത് സൗത്ത്, അടുത്ത ലെയർ എടുത്തപ്പോൾ മുകളിലോട്ടാണ് ഇതിൻ്റെ ഡയറക്ഷൻ, അത് കഴിഞ്ഞിട്ടുള്ള ലെയറിൻ്റെ ഡയറക്ഷൻ നോക്കുമ്പോൾ താഴോട്ട്. അങ്ങനെ പല മാഗ്നറ്റിക് ഡയറക്ഷനിലുള്ള റോക്കിൻ്റെ ലെയറുകളാണ് നമ്മൾ ഓഷ്യൻ ക്രസ്റ്റിൽ കണ്ടത്. ഇതിനർത്ഥം ഈ റോക്കുകൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ റിഡ്ജിൻ്റെ സൈഡുകളിലായിട്ട് കാണപ്പെടുന്ന ഈ റോക്കുകൾ മാഗ്നറ്റിക് ഡയറക്ഷൻസ് പല ഡയറക്ഷനിൽ കാണിച്ചപ്പോൾ പല കാലഘട്ടങ്ങളിലാണ് ഇതുണ്ടായെന്ന് മനസ്സിലായി. അതായത് ലാവ
മെല്ലെ മുകളിലോട്ട് വന്ന് അത് നീങ്ങി പല കാലഘട്ടങ്ങളായിട്ടുണ്ടായി, പല ലെയറുകളായിട്ടുണ്ടായി. അത് ഈ റോക്ക് സാമ്പിൾസിൻ്റെ മാഗ്നറ്റിക് ഡയറക്ഷൻ നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി. ഓക്കെ, അപ്പോൾ ഈ 2 പ്രൂഫായി. ഒന്ന് റോക്കിൻ്റെ മെറ്റീരിയൽ നോക്കിയപ്പോൾ, അതായത് പല പല കാലഘട്ടങ്ങളിലെ മെറ്റീരിയലാണ് നമുക്കിതിൻ്റെ റിഡ്ജസിൽ കിട്ടിയത്. രണ്ടാമത്തത് ഇതിൻ്റെ ഡയറക്ഷൻസ് പല പല ഡയറക്ഷനിലായിരുന്നു, പല പല ലെയറുകളിലും. ഓക്കെ, അങ്ങനെ 2 പ്രൂഫുകളായി. ഇത്രയാണ് ഈ സീ ഫ്ലോ സ്പ്രെഡിങ് തിയറി എന്ന് പറയുന്നത്. ഓക്കെ, ഈ 2 പ്രൂഫുകളും വെച്ചിട്ട് അദ്ദേഹം സീ ഫ്ലോ സ്പ്രെഡിങ് തിയറി പ്രൂവ് ചെയ്തു. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ തിയറി ആയിരുന്നു ഇത്. ഒന്നാമത്തത് കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് തിയറി, രണ്ടാമത്തത് സീ ഫ്ലോ സ്പ്രെഡിങ് തിയറി, മൂന്നാമതൊരു തിയറിയും കൂടെ നമുക്ക് ബാക്കിയുണ്ട്, പ്ലേറ്റ് ടെക്ടോണിക്സ് തിയറി. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഹിമാലയൻ ഫോർമേഷനും ബാക്കി ഹിമാലയയുടെ ഫിസിക്കൽ ഫീച്ചറുകളും അങ്ങനെ അങ്ങോട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം.